ഇറാൻ ഇസ്രയേൽ യുദ്ധം ലോകം ഉറ്റുനോക്കുമ്പോൾ ഇറാന്റെ ആദ്യ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയും ഉത്തർപ്രദേശും തമ്മിലൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. യുപിയിലെ ബാരാബങ്കിയിലെ കിന്ദൂർ ഗ്രാമത്തിലാണ് അയത്തുള്ള ഖൊമേനിയുടെ മുത്തച്ഛൻ ജനിച്ചത്. ആയിരത്തി 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ലോകത്തിന്റെ തന്നെ ഇസ്ലാമിക ആത്മീയ മുഖമായി മാറിയ വ്യക്തിയാണ് ആയത്തുള്ള ഖൊമൈനി. ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായ ഖൊമൈനിയുടെ പൂർവ്വ പരമ്പരയ്ക്ക് ഇന്ത്യയുമായി വലിയ ബന്ധമുണ്ട്. ആ കുടുംബ വേരുകളിൽ യുപിയിലെ ഒരു ഗ്രാമവും. ലക്നൌവിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള കിന്ദൂർ ഗ്രാമം ഖൊമൈനിയുടെ മുതുമുത്തച്ഛൻ സയ്യിദ് അഹമ്മദ് മുസവി ജനിച്ച ഇടമാണ്. പഴയ അവധ് മേഖല. ബാരാബങ്കിയിലെ ഇസ്ലാമിക പണ്ഡിതനായിരുന്നു മുസവി ഹിന്ദി എന്നറിയപ്പെട്ട സയ്യിദ് അഹമ്മദ്. 1790 ജനനം. കാലാന്തരത്തിൽ ഇറാഖിലെ ഷിയകളുടെ പുണ്യസ്ഥലമായ നജഫിലേക്ക് കുടുംബത്തോടെ കുടിയേറി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷ് അധിനിവേശമുണ്ടാവുകയും മുഗൾ ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്തതോടെയാണിത്. 1830കളുടെ അന്ത്യത്തിൽ ഇറാഖിലെത്തിയ മുസവി തിരിച്ചു വന്നില്ല. പേരിനൊപ്പം ഹിന്ദ് എന്ന വാക്ക് മരണം വരെയും നിലനിർത്തി. 1869 ഇറാഖിൽ മുസവി അന്തരിച്ചു. ആ ശവകുടീരം ഇപ്പോഴും കർബലയിലുണ്ട്. പേർഷ്യൻ വംശാവലിയുള്ള ഈ കുടുംബം ഇറാനിൽ തന്നെ പിന്നീട് ജീവിച്ചു. അവിടെ 1903 പേരക്കുട്ടി റൂഹുള്ള ജനിച്ചു. ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെട്ട ആയത്തുള്ള ഖൊമൈനി. മതപണ്ഡിതശാലയിൽ വളർന്നു വന്ന ഖൊമൈനി ഇറാനിലെ ഷാ ഭരണകൂടത്തിൻ്റെ കടുത്ത വിമർശകനായി. 79 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പരമോന്നത ആത്മീയ നേതാവ്. പശ്ചിമേഷ്യയുടെ ആകെ തന്നെ ഇസ്ലാമിക നിയമങ്ങളുടെ മുഖം. ടെഹ്റാനിൽ ജീവിച്ച ഖൊമൈനി ഇറാൻ ഭരണഘടന പരിഷ്കരിച്ചു. ഇസ്ലാമിക നിയമങ്ങൾ കടുപ്പിച്ചു. ഇറാനെ കൂടുതൽ മതബദ്ധമാക്കി. 1889 അന്തരിച്ച ഖൊമൈനിയുടെ കുടുംബവംശവും ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. മറ്റൊരു കുടുംബ പശ്ചാത്തലമാണ് ഖമനേയിയുടേത്. ബാരാബങ്കിയിലെ സിരൗലി ഗസ്പൂർ താലൂക്കിലെ കിന്ദൂർ ഗ്രാമത്തിൽ ഷിയ വിഭാഗക്കാർ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഖൊമൈനിയുടെ പൂർവ്വ പരമ്പരാ ബന്ധമുള്ള ആരുമില്ല. ആ പുരാതന ഭവനം ഇപ്പോഴുമുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.